തൃശൂർ ജില്ലയിൽ എൻ.ഡി.എ വോട്ടുകൾ കുത്തനെ കുറഞ്ഞു. എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് ബി.ജെ.പി അവകാശപ്പെട്ടിരുന്ന തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, കുന്നുംകുളം മണ്ഡലങ്ങളിലും വോട്ടുകൾ ഗണ്യമായ കുറവാണ് ഉണ്ടായത്. 13 ഇടങ്ങളിലും എൻ.ഡി.എ മൂന്നാം സ്ഥാനത്താണ്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം തിരിച്ചടി നേരിട്ട് എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളിൽ കണ്ണുനട്ടിറങ്ങിയ മുന്നണി 13 മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തായി. 2021 സുരേഷ് ഗോപിക്ക് 40,457 വോട്ട് ലഭിച്ചു. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിയ പത്മജയ്ക്ക് ലഭിച്ചത് 28,662 വോട്ട്. 11,795 വോട്ട് കുറഞ്ഞു. സുരേഷ് ഗോപി മുന്നേറിയ ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിലും ബി.ജെ.പി മൂന്നാമതായി. ബി.ജെ.പി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ മണലൂർ ഇളക്കിമറിച്ച് പ്രചാരണം നടത്തിയിട്ടും 2021 അപേക്ഷിച്ച് 1,559 വോട്ട് മാത്രമാണ് കൂടുതൽ ലഭിച്ചത്. കോൺഗ്രസുമായി ഇടഞ്ഞ് ബി.ജെ.പിയിൽ ചേർന്ന പത്മജയെ തൃശൂർ വീണ്ടും തോൽപ്പിച്ചു. CPIയിൽ നിന്ന് ബി.ജെ.പി പാളയത്തിൽ ചേർന്ന CC മുകുന്ദനും അടിതെറ്റി. ഗുരുവായൂരിൽ വർഗീയതയടക്കം ഇളക്കിവിട്ടിട്ടും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന് മുന്നേറ്റമില്ല. ബി.ജെ.പിയുടെ പ്രധാന നേതാക്കളായ A പരമേശ്വരൻ, ഉല്ലാസ് ബാബു എന്നിവരെല്ലാം മൂന്നാം സ്ഥാനത്താണ്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, തൃശൂർ, പുതുക്കാട്, ഒല്ലൂർ, കുന്നംകുളം മണ്ഡലങ്ങളിലും എൻ.ഡി.എക്ക് വോട്ട് കുറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 35,621 വോട്ടാണ് ലഭിച്ചത്. ഇക്കുറി ലഭിച്ചത് 23,933 മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 11,688 വോട്ടും നിയമസഭയെ അപേക്ഷിച്ച് 4,171 വോട്ടുകളും കുറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ 2021 34,329 വോട്ട് ലഭിച്ചിടത്ത് ഇത്തവണ കിട്ടിയത് 27,167 മാത്രമാണ്. 7,062 വോട്ടിന്റെ കുറവ്. കുന്നംകുളത്ത് 27,833 ആയിരുന്നത് ഇത്തവണ 17,104 10,729ന്റെ കുറവ്. ഒല്ലൂരിൽ 22,295 വോട്ടുണ്ടായത് 19,737 2,558 വോട്ട് കുറഞ്ഞു. പുതുക്കാട് 34,893 വോട്ടിൽ നിന്ന് കുറഞ്ഞ് 28,018, നഷ്ടമായത് 6,875 വോട്ട്. എന്നാൽ കയ്പമംഗലത്ത് 9,066 നിന്ന് 19,688 വർദ്ധിപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ.